പറയുന്നില്ല. അഭിലാഷേ 30 സെക്കൻഡ് തരൂ, കഷ്ടമാണിത്. എനിക്കൊരു 30 സെക്കൻഡ് മറുപടി തരണം. ഈ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഈ 30 സെക്കൻഡ് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞ 30 സെക്കൻഡ് എത്തുന്നതിന് മുമ്പ് മാധു ഇടപെടുകയും സമയത്തിലേക്ക് അങ്ങ് ആ 30 സെക്കൻഡ് എനിക്ക് തരണം. 1 മിനിറ്റിന്റെ തമാശ പറഞ്ഞുകൊണ്ട് 1 വർഷം ജയിലിൽ ഇടണമെന്ന് പറയുന്നത് അന്യായമാണ്. 1 മിനിറ്റിലെ ഒരു തമാശ പറഞ്ഞു, തമാശ തെറ്റി, ദ്വയാർത്ഥം തെറ്റി, സംശയമില്ല. പക്ഷെ അതുകൊണ്ട് 1 വർഷം ജയിലിൽ ഇടണമെന്ന് നമ്മുടെ ഹണി റോസും കൂടെ ചിന്തിക്കണം. അങ്ങനെ നിരന്തരം വൃത്തികേട് മാത്രം പറയുന്ന ഒരാൾക്ക് വേണ്ടി വക്കാലത്തെടുക്കല്ലേ രാഹുലേ? അത് ഈ വഷളൻ ബോച്ചയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണോ താങ്കൾ ഇതെല്ലാം പറയുന്നത്? രാഹുലിന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അലിഗേഷൻസും കംപ്ലൈന്റ്സും മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത്. രാഹുലിനെ പോലുള്ള ചെറുപ്പക്കാർ അതിനെതിരായിട്ടുള്ള നിലപാടെടുത്താണ് പറയേണ്ടത്. അല്ലാതെ അവർക്ക് വേണ്ടി രാവും പകലും ഇവിടെ വന്നിങ്ങനെ ന്യായീകരിക്കല്ലേ പ്ലീസ്. ഇതൊരു തെറ്റായിട്ടുള്ള രീതിയാണ്. രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? രാഹുലിന് എത്ര അച്ഛനുണ്ട്? അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ. സാർ വേട്ടക്കാർക്കൊപ്പം നിന്നോളൂ, വേട്ടക്കാർക്കൊപ്പം നിന്നോളൂ. അത് താങ്കളുടെ അവകാശം. സുപ്രീം കോടതിയെയും അല്ലെങ്കിൽ നേരത്തെ തന്നെ വാദിച്ചുറപ്പിച്ച വിധിന്യായങ്ങളെയും വളച്ചൊടിക്കല്ലേ, തെറ്റാണ്. ദിലീപിന്റെ കേസിന് വിധി ഉണ്ടാവില്ല ഇന്നല്ലെങ്കിൽ നാളെ. നിങ്ങൾ അടക്കമുള്ള മീഡിയക്കാർക്ക് തലയിൽ മുണ്ടിട്ട് വെളിയിറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവും. അന്ന് രാഹുൽ ഈശ്വരനെ കാണും, എന്നെ വിളിക്കണം. സജീഷ്